നല്ല മഴയത്ത് ഒരു തെങ്ങ് മുറിക്കാൻ വന്ന. തെങ്ങെന്ന് പറഞ്ഞാൽ അടിപൊളി തെങ്ങ് കണ്ടോ. നമ്മുടെ നാട്ടിലെ ഏകദേശം ഏരിയസ് എല്ലാം കാണും. അപ്പോൾ അത് കയറി ചെറുതായിട്ട് മുറിച്ച് ഇറക്കണം. അപ്പോൾ നമ്മുടെ സഹായത്തിന് വസുദേവ, ഉണ്ണി, സകലമാന വാണങ്ങളും ഉണ്ട്. നമ്മുടെ കയ്യിൽ തെങ്ങ കയറുന്ന മെഷീനുണ്ട്, അത് വെച്ചാൽ കയറുന്നത്. സ്പൈക്ക് വെച്ച് കയറാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കിതൊരു വാക്ക് ഇതേ കയറാൻ ഈ മെഷീൻ വെച്ച അത് കയറി ചെറുതായിട്ട് മുറിച്ചിറക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ മെഷീനാണെങ്കിൽ കറക്റ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് നിന്ന് മുറിച്ച് ഇടാൻ പറ്റും. അപ്പോൾ ഈ മണ്ടയ്ക്ക് എന്നപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് മരത്തിൻ്റെ ഒരു ആട്ടം, അതുകൊണ്ട് അവർ ഇടയ്ക്കൊരു കയറ് കെട്ടി പുറമോട്ടൊന്ന് വലിച്ച് കെട്ടാൻ വിചാരിച്ചു. അപ്പോൾ അവന്മാരത് പുറകെ പോയിന്ന് കെട്ടുക ഉണ്ട്. എന്തോ ഹൈറ്റാണെന്നുണ്ട്. അത് താഴെ വീടുണ്ട്, ഇടത്തെ സൈഡിൽ ലൈന്, ബാക്ക് സൈഡിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ ടാങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു ഗ്യാപ്പിൽ വേണം ഇതെല്ലാം മുറിച്ചിടാൻ. ഓലയും തേങ്ങയും ഒരു കൊല എടുത്ത് റോഡയിലിട്ട്. ഇനി ഇട്ടാൽ വണ്ടി വല്ലതും നടന്നാൽ വേറെ കൊല നടക്കുമെന്നുള്ളതുകൊണ്ട് പിന്നെ റോഡയിലിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് മുറിച്ച് താഴെ ഇറക്കി. ഈ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലൊരു പീസുണ്ട്, ഒരു പീസ്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ബാക്കി ലാസ്റ്റിലത്തെ കുറച്ച് പീസുണ്ട്. ആ ഒരിത് മാത്രം ഞങ്ങൾക്ക് പണി തന്നു. ഇതെല്ലാം പറഞ്ഞെടുത്ത് മുറിച്ച് വീഴുക തന്നെ ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പീസുണ്ട്, അത് പോയപ്പോൾ ആ അമ്മച്ചിയുടെ 2-3 ഷീറ്റും എടുത്തുകൊണ്ടാണ് പോയത്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് താഴെ ഇറക്കി. ഒരു കുഴപ്പമില്ല, സാധനം സേഫായിട്ട് തന്നെ ഞങ്ങൾ താഴെ ഇറക്കി. കണ്ടോ എന്താ ഹൈറ്റ് എന്നുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന ഒരു മരം പോലും ഇല്ല. പുറകിലൊരു ആഞ്ഞിലിയുണ്ട്, അല്ലാതെ വേറെ ഒരു മരം പോലും ഇല്ല. നമ്മളത് മുറിച്ച് ഇറക്കി. കണ്ടോ, നമ്മളെ ശ്രീരാജൊക്കെ റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവന്മാരാ വീഡിയോ എടുത്ത് തരുന്നു. എത്ര നേരം, 2 മണിക്കൂറോളം എടുത്തു അത് ചെറിയ പീസ് അടിച്ച് താഴെ ഇറക്കാൻ. പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യമായി, മൊബൈലും കൊണ്ട് കയറിയ ഡേഞ്ചർ അല്ലേ, മൊബൈലും കൊണ്ട് വീഡിയോ എടുക്കില്ല. ഞാൻ മൊബൈലും കൊണ്ടല്ല കയറുന്നത്. ഇത്രയും അപകടം പിടിച്ച പണി ചെയ്യുമ്പോൾ മൊബൈലും കൊണ്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ GoPro എന്ന് പറയുന്ന ഒരു ക്യാമറയുണ്ട്. GoPro 13 എൻ്റെ ഇരിക്കുന്നത്. അത് നമുക്ക് ഹെൽമെറ്റിലോ അല്ലാതെ ബെൽറ്റ് പോലൊരു സാധനമുണ്ട്, നമ്മുടെ ഹെഡ്ലൈറ്റ് വെക്കുന്ന പോണൊക്കെ നമ്മുടെ തലയിൽ വെക്കാം. ഇല്ല ഹെൽമെറ്റിൽ ഒക്കെ സേഫ്റ്റി ഹെൽമെറ്റിലോ അല്ലാത്തുള്ള ഹെൽമെറ്റിലോ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. ഏട്ടെ ചില ആളുകൾ സ്നേഹത്തോടെയും പറയുന്നുണ്ട്, ചിലർ കുശുമ്പോട് കൂടിയും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ മൊബൈലുണ്ടായിരുന്നു, ഞങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലോ ഒരു പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ ഞാൻ ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല. പക്ഷെ ചില ആളുകൾ വന്ന് കുറ്റം പറച്ചില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളാരും എടുക്കാറില്ല. ആയിക്കോട്ടെ, ഇതെൻ്റെ ഒരു രസം, എനിക്കൊരു ഇഷ്ടമുണ്ട്, ഞാനതുകൊണ്ട് ഇത് എടുക്കുന്നു, അതുകൊണ്ടാണ്. പിന്നെ മുറിച്ച് നമ്മളിങ്ങ് താഴെ വന്നു, ആകാശത്തുനിന്ന് ഇങ്ങനെ താഴെ വന്നു. അവനത് അതുപോലെ തന്നെ തറയിലിടുന്നവന് ഇഷ്ടമല്ല, അവനതെടുത്ത് വളയെ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സ്ഥലം. ഇത്രയും സ്ഥലത്താണ് ഇത് വെട്ടിയിട്ടത്. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു അത് അടുക്കി വെക്കണം. ഞങ്ങളല്ലെങ്കിലും അത് അടുക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ അമ്മച്ചിയോട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് അത് പറക്കി വെച്ചതവൻ. അങ്ങനെ നമ്മുടെ പണി ഇന്ന് തീർന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ശരി, നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. പറക്കിക്കൊണ്ട് പോടേ. ഉടുപ്പിൻ്റെ അകത്ത് നീറ് കയറി. നീറല്ല, വേറെ കറുത്തുറുമ്പ. മോയിസ്റ്റ് ബൈക്ക്